വെണ്ണ ബിസ്ക്കറ്റ് എന്ന് പറയണം. അതെ, ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എടുക്കണതാണ്. പിന്നെ ഒരു കാര്യം കേട്ടോ, പലരും എന്നോട് പറഞ്ഞേ മുടി പോണിട്ടേൽ കെട്ടി നോക്കലുണ്ടല്ലേ. എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഇരിക്കണേന്ന് നോക്കിയേ. എത്ര സമയം എടുക്കും എനിക്കറിയില്ല. കംപ്ലീറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക. എനിക്ക് കാണേണ്ടത് തയ്ക്കുന്ന സാധനങ്ങൾ മാറി മാറി ദിവസവും ഇടുക. ആ പണി എനിക്ക് ഇഷ്ടമല്ല. അന്ന് അഡ്വാൻസ് ആയിട്ട് ഞാൻ പ്രേക്ഷകരോട് മുമ്പിൽ വെച്ച് ഞങ്ങൾ പറയുക. അത് നേരത്തെ ഉണ്ടായിരുന്നല്ലേ? അല്ല, പ്രിന്റ് വേറെയാ. മനസ്സിലായത് പുതിയതാ അല്ലേ? അത് നല്ല രസമില്ലേ? അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് ഏതാ? ഇത് എന്നാന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും യാതൊരു ഗ്രാഹ്യവും ഇല്ല. ഇത് അമ്മ ഞെട്ടും. ഇങ്ങനെയല്ല ഇത് ശരിക്കുള്ള രൂപ ഇതിന്റെ. എന്റെ ദൈവമേ, എന്ത് വലിയ ബായിക! അത്രയും വിലക്ക് കിട്ടിയത്. അതപ്പോ ലാഭമാണല്ലോ. നല്ല ചൂട് കാപ്പി. ചൂട് കാപ്പിയിലാണ് ഇന്നത്തെ തുടക്കം. പഞ്ചസാര അതിൽ കപ്പിലിട്ടേക്കണം, മറിച്ചെടുക്കാം. ഇച്ചിരി കൂടുതലുണ്ടോ പഞ്ചസാര? ഇല്ല, ആ കുഴപ്പമില്ല. പുതിയ നൈറ്റി ഒക്കെ ആണല്ലോ ഇന്ന്. പുതിയതല്ല, അന്ന് കിട്ടിയതാ. ഞാൻ ഇടാതെ വെച്ചിരുന്നേ. ഞാൻ പറയാറില്ല, ഞാൻ മറിച്ച് തരാം കേട്ടോ. അപ്പയുടെ ഒഴിച്ചും കൊടുക്കട്ടെ. അപ്പയ്ക്ക് പതിയധികം വേണ്ടല്ലോ. നല്ല ആവി വറക്കണ ചൂട്. മഴയത്ത് ഇത് കാണുന്നത് ഒരു പ്രത്യേക. മഴയത്ത് കുടിക്കണം. അതെ, സന്തോഷം. മറിച്ച് തരാം. അപ്പയ്ക്ക് പത പാടില്ല. അതാ അതെന്റെ അല്ലേ? അതെ, അതിന് പതയുണ്ടെന്നേ. അത് പഞ്ചസാര എടുക്കാൻ വേണ്ടി മറിക്കണം. മഴയൊക്കെ എങ്ങനെയുണ്ട്? കോളടിച്ചോ? പക്ഷെ ഒരു ഗുണമുണ്ട്. ഒരേ മഴ കഴിഞ്ഞേച്ചില്ലേ, ഒരേ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആശ്വാസം പുറത്തേക്കൊന്ന് ഇറങ്ങാൻ. വന്ന വഴി മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് കണ്ടു. ഇവിടെ ചുമപ്പ് രാശി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് മഴവില്ല് പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നി മഴവില്ലൊന്നും അല്ല. അപ്പ പറഞ്ഞു താഴെ മഴമേഘം ഇല്ല, താഴെ ഉണ്ടെങ്കിൽ മാത്രമേ പെയ്യോളെന്ന് പറഞ്ഞു. അതെനിക്ക് അറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല. ടോർച്ച ഉണ്ടായിരുന്നു. അതായത് ഗ്യാപ്പിട്ടായിരുന്നു. ഇന്ന് ചക്ക വെച്ചതാണല്ലോ എന്റെ പ്രിയപ്പെട്ട വിഭവം. മീൻകറി ഇല്ലാത്ത കാരണേ ചക്കപ്പുഴുക്കും വെളുത്തുള്ളി പിക്കിളും. കാപ്പി അപ്പൊ വേണമെങ്കിൽ എടുത്തോട്ടോ, ഇളക്കി എടുത്തോളൂല്ലേ. പലർക്കും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണ് ചക്കപ്പുഴുക്കും മീൻചാറും. ഞങ്ങൾക്കും അത് വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ മീൻ നമുക്ക് ഇവിടെ പറ്റിയതൊന്നും കിട്ടാനില്ലാത്തോണ്ടാണ് ഇപ്പൊ മീൻകറി ചേർക്കാത്തത്. കിട്ടലില്ലല്ലോ, അതുകൊണ്ടാണ്. കഴിച്ചോ, ചൂടാറാതെ കാപ്പി. ഒരു ആന്റി ചോദിച്ചു നമുക്ക് ഇവിടെ പുഴമീൻ കിട്ടാറില്ലേന്ന്. ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. പുഴമീൻ വേണമെങ്കിൽ മാർക്കറ്റിലൊക്കെ ചെന്നാ ഉണ്ടാവും. പക്ഷെ പിന്നെ ആ സമയമൊക്കെ നോക്കി പോവാൻ പാടാ. നമ്മള് മാർക്കറ്റിലെ അജിച്ചേട്ടന്റെ അടുത്തുനിന്നല്ലേ, അവിടെ പുഴമീൻ അങ്ങനെ ഉണ്ടാവൂല. പിന്നെ പിറവത്തിന് പോയാൽ ഇഷ്ടം പോലെ കിട്ടും. അതിന് വേണ്ടി മെനക്കെടാൻ മറ്റേ അത്രയും ചീഞ്ഞ മഴയത്തെ, അതുകൊണ്ടാണ്. ഓക്കെ, കഴിച്ചേ. എങ്ങനെയുണ്ട് പിക്കിള്? കുഴപ്പമില്ല അല്ലേ? പിക്കിള് ഞാനിപ്പോ മേടിച്ചോണ്ട് വന്നതാ. ഇവിടെ പിക്കിള് വളരെ നല്ല. അത് നല്ല വെളുത്തുള്ളി പിക്കിളാ. ഇതെനിക്ക് തോന്നണേ ചിലപ്പോ മെച്ചുവർ ആയിട്ടുണ്ടാവൂല, അതുകൊണ്ടാണ്. പിക്കിള് മെച്ചുവർ ആയതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേലും. ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം ചക്കപ്പുഴുക്ക് കേട്ടോ. എനിക്കാണെങ്കിൽ എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ഐറ്റമാണ് ഈ ചക്കപ്പുഴുക്ക്. എനിക്ക് കപ്പേനേക്കാളും ഫേവറേറ്റ് ആണ് ഈ ചക്കപ്പുഴുക്ക് കേട്ടോ. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ചക്കപ്പുഴുക്കിനോട് ഒരു പ്രത്യേക താല്പര്യമാണ്. എനിക്ക് അങ്ങനെ മീൻചാറ് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ അമ്മയാണ് മീൻചാറിന്റെ ആള്. നിർബന്ധ. പച്ചക്കറി നഴ്സറി പോകുമ്പോ ഞാനും വരാട്ടോ. ബിസ്ക്കറ്റ് അപ്പ ആൻസിന്ന് മേടിക്കണം. ബട്ടർ ബിസ്ക്കറ്റ് എന്നല്ല അതിന്റെ പേര്. ഞാൻ കാണിച്ചു തരാം. ബട്ടർ ബിസ്ക്കറ്റ് തന്നെയാ അതിന്റെ പേര് കേട്ടോ. നമ്മള് വെണ്ണ ബിസ്ക്കറ്റ് എന്ന് പറയണം. അതെ, ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എടുക്കണതാണ്. ആൻസിലിയാണ്. മധുരം ഇല്ലെന്ന് പറയാൻ പറ്റില്ല, നേരിയ മധുരം. അത് പറയാൻ മാത്രമൊന്നുമില്ല, പറയാനില്ല. അതല്ലേ ഒരു റസ്കിന്റെ ടേസ്റ്റാ. കൂട്ടാന്ന് തോന്നുന്നു. ഇച്ചിരി മധുരം കുറവായിട്ടല്ലേ. അതെ അതെ അതെ. ഒരു പാക്കറ്റിന്റെ വിലയൊന്നും പറഞ്ഞു. വെറുതെ തിന്നാനും രസാ. ഇത് പ്രമോഷൻ ഒന്നും അല്ല, ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് മാത്രം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. വിലയുണ്ട് 90 രൂപ. 90 രൂപ അല്ലേ? ഗ്രാം അതിനകത്ത് നോക്കണ്ട, 250 ഗ്രാം. പിന്നെ ഒരു കാര്യം കേട്ടോ, പലരും എന്നോട് പറഞ്ഞേ മുടി പോണിട്ടേൽ കെട്ടി നോക്കാൻ പറഞ്ഞു. എനിക്കും ഭയങ്കര ഇഷ്ടം പോണിട്ടേൽ കെട്ടാൻ. എനിക്ക് അത്ര അറിയൊന്നുമില്ല പോണിട്ടേൽ കെട്ടാൻ, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. നല്ലൊരു ഹെയർ സ്റ്റൈൽ ആയിരിക്കും എന്ന് ഞാനും വിചാരിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ,
പ്രത്യേകിച്ച് മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാല് മുടി നനച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ ഉണങ്ങൂല. എൻ്റെ മുടി അല്ലെങ്കിലും ഉണങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം കുറച്ച് കട്ടിയുണ്ട് എൻ്റെ മുടിക്ക്. അതുകൊണ്ടാണ് ലെങ്ത് ഞാൻ കുറച്ചാണ് എപ്പോഴും എടുക്കാറ്. കാരണം ചീകാനൊക്കെ ഭയങ്കര പ്രയാസമായതുകൊണ്ടും സമയമില്ലാത്തത് കൊണ്ടൊക്കെ. പക്ഷെ മുടിക്ക് നല്ല കട്ടിയാണ്. അപ്പോൾ അത് കാരണം ഉണങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. ഇന്ന് രാത്രി കുളിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു ഉച്ചയായാലും എൻ്റെ മുടി ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഉണങ്ങാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അധികം പോണിടെയിലേക്ക് പോവാത്തത് കേട്ടോ. കാരണം മുടി അങ്ങനെ കെട്ടി ടൈറ്റായിട്ട് ഇരിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇന്ന് നിങ്ങൾ പറഞ്ഞ പ്രകാരം മുടിയിൽ നിന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പോണിടെയിൽ വെറുതെ വലിച്ച് കെട്ടിയിരിക്കുന്ന കേട്ടോ. അത്ര സ്റ്റൈലായിട്ടൊന്നും അല്ല, വെറുതെ കെട്ടിയിരിക്കണ. നല്ല ഹെയർ സ്റ്റൈലാണ് പോണിടെയില. പക്ഷെ ഇതാ പ്രശ്നം, ഉണങ്ങൂല. എനിക്ക് പിന്നെ എന്നും തല നനച്ച് കുളിക്കുന്നതാണ് ഇഷ്ടം. പനിയാണെങ്കിൽ പോലും തലവെടും. ആ പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത കോര മഴ പെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ചില ദിവസങ്ങളിൽ നനയ്ക്കാതിരിക്കുള്ളൂ. എന്നാലും ഞാൻ മാക്സിമം നനയ്ക്കും. അല്ലെങ്കിൽ ഒരു സുഖമില്ല കിടന്നുറങ്ങാൻ. അതുകൊണ്ടാണ് കേട്ടോ പോണിടെയിൽ അങ്ങനെ എപ്പോഴും കെട്ടാത്തത്. എപ്പോഴും നല്ല കെട്ടുന്നത് വളരെ അപൂർവമാണ്. പുഴയിലുണ്ട് മുടി, ഞാൻ ഇങ്ങോട്ട് ഫുള്ളായിട്ട് എടുത്തിടാക്കുക. ഇന്ന് കുറച്ച് സമയം എടുക്കും അമ്മ. ഒരുപാടുണ്ടല്ലേ? എന്തൊക്കെ സാധനങ്ങൾ എവിടെ ഇരിക്കണേന്ന് നോക്കിയേ. എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. കംപ്ലീറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക. ഒരു കാര്യം അതിനു മുമ്പ് ഞാൻ പറഞ്ഞേക്കാം. ആ കവർ കണ്ടപ്പോ തയ്യൽ കവറാണെന്ന് മനസ്സിലായി. തയ്യൽ കവറിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നു, എല്ലാരെയും സന്തോഷത്തോടെ കാണിക്കുന്നു. പക്ഷെ ഇത് ഇട്ട് ഞാൻ കാണുന്നില്ല. എനിക്ക് കാണേണ്ടത് തയ്ക്കുന്ന സാധനങ്ങൾ മാറി മാറി ദിവസവും ഇടുക പോകുമ്പോൾ. അല്ലാതെ ഇതിങ്ങനെ കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഒരിക്കൽ ഇട്ടാ പിന്നെ ചുരുട്ടി കഴുകി കഴിഞ്ഞാൽ പിന്നെ അത് മടക്കി അലമാരിയില. പിന്നെ ഞാനൊന്ന് പരിശോധിച്ച് വരുമ്പോ വേണം അലമാരിയിൽ നിന്ന് കുത്തിക്കൊച്ചെടുക്കാൻ. ആ പണി എനിക്ക് ഇഷ്ടമല്ല. അന്ന് അഡ്വാൻസ് ആയിട്ട് ഞാൻ പ്രേക്ഷകരോട് മുമ്പിൽ വെച്ച് ഞങ്ങൾ പറയുക, ഇട്ട് കണ്ടോളണം, വേറെ എനിക്കൊന്നും പറയാനില്ല. അത് ശരി. അപ്പൊ ആദ്യത്തെ കിറ്റുകൾ ഓരോന്ന് ഞങ്ങൾ തുറക്കാം. നമുക്ക് കൈ കൊണ്ട് പിടിച്ചോണ്ടിരിക്കുന്ന തന്നെ ആദ്യം കാണിക്കാം. അത് നല്ല ഊങ്കൻ സാധന, മല്ലിക മാങ്ങ അല്ലേ, നല്ല മണമാണ് ഇതിന്. കഴിഞ്ഞ ആഴ്ച 2 കൊണ്ടുവന്നത് സൂപ്പർ ആയിരുന്നു. ഇതും ഞാൻ കല്യാണിന്ന് മേടിച്ചതാട്ടോ. നല്ല മേടിച്ചത് കല്യാണിന്നാ. ഇതിന് 1 കിലോ 89 ഞാൻ മേടിച്ചത്. അന്ന് മേടിച്ചത് 69 1 കിലോ മേടിച്ചത് കേട്ടോ. റേറ്റ് പക്ഷെ നല്ല ഒന്നാന്തരം മാങ്ങയായിരുന്നു. നല്ല മണവും നല്ല ടേസ്റ്റ്, വിളഞ്ഞ മധുരവും. നമുക്ക് പേപ്പർ കവറിൽ ആക്കി മടക്കി ഇതിനകത്ത് ഫ്രൂട്ട് വെക്കണം, ബൗളിലേക്ക് വെക്കാം. അപ്പൊ വേഗം പഴുക്കും. 3 ഒന്നിച്ച് വെക്കണ്ട, 2 ആ കവറിലും 1 വെറുതെ റോയ ഫോമിലും വെക്കാം. അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ച് പഴുപ്പിക്കണ്ടല്ലോ. അങ്ങനെ വെച്ചാൽ മതി. പേപ്പർ കവറിൽ പൊതിഞ്ഞു വെച്ചാൽ വേഗം പഴുക്കും. ഇതൊരു റൂമിൽ വെച്ചിട്ടേ ആ റൂമിൽ മൊത്തം ഇതിന്റെ സ്മെല്ലായിരുന്നു കേട്ടോ. 3 മല്ലിക. അതെ, 89 രൂപ kg അല്ലേ, പെർ കെ ജി. കല്യാണിന്നാ മേടിച്ചെന്നാ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു വിട്ടിട്ടാട്ടോ സ്വല്പം വെളുത്തുള്ളിപ്പിക്കൾ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിട്ടാണ്. വെളുത്തുള്ളിപ്പിക്കള് സാമ്പിളായിട്ട് ഒരു സ്വല്പം മേടിച്ചത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. കാരണം 43 രൂപയാണ്, 144 ഗ്രാം അല്ലേ. അതെ, നല്ലതാണ്. ഇച്ചിരി കൂടെ മച്ചറ് ചെയ്യാനുണ്ട്. അതെ, അതിപ്പോ നിങ്ങൾ കഴിച്ചപ്പോ കണ്ടല്ലോ. നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഇനി ഓരോന്നോരോന്ന് എടുക്കാം. ഇത് ബേക്കേഴ്സിന്റെ ആണല്ലോ, കോൺഫ്ലവർ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. മനസ്സിലായി. ഇവിടെ തീർന്നോ? ഇല്ല, തീരാറായിരിക്കുക. പിന്നെ കോൺഫ്ലവർ എപ്പോഴും ആവശ്യമുണ്ട്. പുഡിംഗ് ഉണ്ടാക്കാനാണെങ്കിലും പലതിനും വേണം അത്. മിൽക്കി മിസ്റ്റിന്റെ ആണല്ലോ, ചീസ് സ്ലൈസ്. അതൊക്കെ നമ്മുടെ തന്നെ അങ്ങ് വെച്ചേര്. തണുപ്പ് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇന്നോട്ടെ, കുഴപ്പമില്ല. നനഞ്ഞിരിക്കുന്നു, എനിക്ക് ഇഷ്ടമല്ല. മേടിച്ചല്ലോ കോണിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു അല്ലേ. 35 രൂപ. ലുലു ഹൈപ്പർ മാർക്കറ്റ് 35, 35. ഇത് സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാൻ എടുക്കാം. കഴിക്കാനും എടുക്കാം. നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ എടുക്കാം. പലതിനും എടുക്കാം. ക്യാരറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ആണോ? അതൊക്കെ ഞാൻ സൂപ്പ് ഉണ്ടാക്കാന്ന് ഓർത്തെടുത്തതാ. ക്യാരറ്റ് ഇവിടെ ഉണ്ട്, അത് ചോദിച്ചെടുക്കാം. ഒളിഞ്ഞ് ഇവിടെ ഇന്നലെ മേടിച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ട്. ഇത് ഞാൻ തുറക്കണില്ല കേട്ടോ. തക്കാളി ഇരിപ്പുണ്ടോ? ക്യാരറ്റ് ഇത് ഞാൻ പറഞ്ഞതാ.
പല്ലി ഇല്ലേ? അതെ, അതെ, പല്ലിയല്ലേ? ആ, ഉണക്കമീൻ കേട്ടോ. ഇത് നിങ്ങൾ ഇതിനോടകം പല ആവർത്തി ഉണക്കമീനിന്റെ ഇത് കാണാറുണ്ട്. കാരണം ഇപ്പൊ പച്ചമീൻ ഇച്ചിരി ഉപയോഗം കുറവായതുകൊണ്ട് ഞങ്ങൾ ഉണക്കയിലേക്ക് പതുക്കെ മാറിയതാട്ടോ. പല്ലി കഴിച്ചിട്ട് പക്ഷെ നല്ലായിരുന്നു. നല്ല ടേസ്റ്റാ, പല്ലി മീൻ. നല്ല ടേസ്റ്റാ. പല്ലി കഴിച്ചപ്പോന്ന് പറഞ്ഞപ്പോ പല്ലിയല്ല കേട്ടോ, പല്ലി മീൻ. മീൻ. അതെ. ഓക്കെ, അതിന്റെ വില പറഞ്ഞേക്കാം. 180 ആണോ? അല്ല, 183. ആ, 274 ഗ്രാം. അപ്പൊ അതാണ് സംഭവം. പല്ലി അത് പക്ഷെ നല്ലായിരുന്നു കേട്ടോ, കഴിച്ചിട്ട് നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ദേ അത് ബീൻസ് അതൊക്കെ സൂപ്പ് ഉണ്ടാക്കാനാ. ബീൻസ് ഇവിടെ ഇരിപ്പുണ്ടോ? ബീൻസ് അധികം ഇല്ല. അതുണ്ടാവൂലെന്ന് അത് എനിക്കറിയാം. ഉണ്ട്, പക്ഷെ അധികം ഇല്ല. അതിന്റെ ആവശ്യത്തിന് ഉപകരിക്കാൻ മാത്രം ഇല്ലാതെ. എടുത്തോട്ടെ ഓരോന്നേ. ഇത് മേടിച്ചല്ലോ, ഗുഡ് ലൈഫിന്റെ പാല. നന്ദിനി പുറത്ത് കാണിച്ചേ. അതാണ് അതിന്റെ ശരിയായ വശം. അതൊക്കെയാണ് ഇടയ്ക്ക് നമ്മൾ കാണിക്കാറുണ്ട്, മേടിക്കണത്. അതെ, കാണിക്കാറുണ്ട്. പിന്നെ എന്തൊക്കെയാ? 36 രൂപ 1/2 ലിറ്റർ. അതിന്റെ കുപ്പി ഉണ്ട് കേട്ടോ, 1 ലിറ്ററിന്റെ. അല്ലേ? 1 ലിറ്റർ മേടിക്കുമ്പോ ഇനി കുപ്പി മേടിക്കാം. അത് സോയാ സോസ്. അത് ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് മേടിച്ചതാ, സോയാ സോസ്. ഇപ്പൊ സൂപ്പിന്റെ ഒരു കാലല്ലേ, മഴ അല്ലേ? അതെ 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 അതെ. ഇത് മേടിച്ചതാണോ? അത് മേടിച്ചതല്ല, അത് പച്ചക്കറി തൈ മേടിക്കാൻ പോകുമ്പോ ഉണ്ടെങ്കിൽ മേടിക്കാൻ വേണ്ടി വേറെ ഒരു കവർ അതൊക്കെ അതിനകത്ത് ഇട്ടിരുന്നത് അതിനു വേണ്ടിയാ. പക്ഷെ അതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ കൊറേ ബില്ലുകളാട്ടോ, വേറെ ഒന്നുമില്ല അല്ലെ. കൊട കൊട നനഞ്ഞതാണോ? അല്ല അല്ല അല്ല, നനഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് ആൻഡ് ഇൻഗ്രീഡിയൻസ് പർച്ചേസ്. ഇഷ്ടംപോലെ വേറെ പലതും ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരു 600 രൂപ കിടപ്പുണ്ട്. 600 ആ റേഞ്ചിലാണ് വരണത് കേട്ടോ. ഇത് മാറ്റാം, അല്ലെങ്കിൽ ശരിയാവൂല അടുത്ത പരിപാടി എടുക്കുമ്പോ. ഓരോന്നോരോന്ന് യഥാസ്ഥാനത്ത് വെച്ചിട്ട് പാക്കറ്റിലേക്ക് ഇടാം. ബോക്സ് കൂടി ഇരിപ്പുണ്ട് ചീസിന്റെ. അതിലിനി ഇല്ലാന്ന് തോന്നുന്നല്ലേ, തീർന്നു കാണും. ഇച്ചിരി ഏതാണ്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പിടിയും കിട്ടിയില്ല. ആദ്യം അമ്മ ഏതാ കാണിക്കുന്നത്? 2 സാധനം. മറ്റേ എന്താന്ന് മനസ്സിലായോ? ഇല്ല, അത് പിന്നെ എടുത്താ നോക്കാം. എന്നാന്ന് നോക്കാം, എടുക്കട്ടെ. അത് അമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ കാണാൻ. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രേക്ഷകർക്കും കാണാൻ ഇഷ്ട. ഇട്ടില്ലെങ്കിൽ വിവരം അറിയും. വിവരം അറിയും, അറിഞ്ഞേ ഇരിക്കുള്ളൂ വിവരം. പുതിയ സെറ്റ് തയ്ച്ചതാ. അതിൽ ചിലത് അളവ് കൊടുത്തതുണ്ട്, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. എല്ലാം തയ്പ്പിച്ചതാട്ടോ. ഇതൊരു ലോങ് ടോപ്പ്, ഫ്രണ്ട് ഓപ്പൺ ലോങ് ടോപ്പാ. ഷർട്ട് മോഡല്, മസ്റ്റാർഡ് യെല്ലോ കളറ്. ഇടുമ്പോ കാണിച്ചു തരാട്ടോ. ഇട്ട് കഴിഞ്ഞിട്ടുള്ള തുണിവില എഴുതിയേക്കണ അതായിരിക്കും. ഇട്ട് കഴിഞ്ഞിട്ടുള്ള പിക്ക് നിങ്ങളെ കാണിക്കാം. ഇതിന്റെ തുണി എടുത്തിരിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സിന്നാണ്. പറഞ്ഞല്ലോ, പ്യുവർ കോട്ടൺ ആണ്. ചെറിയ ഒരു വർക്ക് പോലെ ഉണ്ട് ഇവിടെ, കണ്ടോ? ഒരു ഡിസൈനാടി, വർക്കല്ലാതെ. വർക്കല്ലേ? ഡിസൈനാ. ക്ലോസപ്പിൽ കാണിക്കാമോ? നിങ്ങൾ തന്നെ നോക്കിട്ടോ. വർക്കല്ല, നൂല് കൊണ്ടുള്ള വർക്കാണ്. ആ ബട്ടനൊക്കെ ചേട്ടൻ തന്നെയാട്ടോ വെച്ചത്. ആണോ? പുള്ളിയുടെ ഐഡിയ അല്ലേ? നല്ല ബട്ടനാ. നല്ല ബട്ടൺ അല്ല, പുള്ളി എത്ര വർഷമായി നമ്മള് തയ്പ്പിക്കണോണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ടുള്ള പിക്ക് പിന്നീട് കാണിക്കാം കേട്ടോ. ഇവിടെ വെക്കട്ടെ. തേച്ചിരിക്കണോണ്ടാ വിടുത്താത്തേട്ടോ. പിന്നെ വിടുത്തി കഴിഞ്ഞാൽ അതേ മോഡല് നമുക്ക് തയ്ക്കാൻ പറ്റില്ല. ഇത് അളവ് കൊടുത്ത അല്ല അല്ല, അത് പലാസോ, അളവ് കൊടുത്തതല്ല. അത് നേരത്തെ ഉണ്ടായിരുന്നല്ലേ? അല്ല, പ്രിന്റ് വേറെയാ. എനിക്കറിയാം. ആ ടോപ്പിന് പറ്റിയ പലാസോ. ഇത് ഞാൻ പുളിമൂട്ടിൽ സിൽക്സിന്നാണ് ഇതിന്റെ മെറ്റീരിയൽ എടുത്തത്. ഇതിന്റെ ടോപ്പ് ഞാൻ ഓർക്കണ്ട, കൈയായിട്ട് വിടുത്തണ്ടല്ലോ, വെറുതെ ഇടുമ്പോ നമുക്ക് ഫോട്ടോ കാണിക്കാം. മതി. ഇതാണ് ഞാൻ ഷേപ്പ് ചെയ്യാൻ കൊടുത്തതാ. പക്ഷെ നല്ല തുണിയാട്ടോ ഇത്. ഹക്കോബയിൽ ഒരു കലങ്കാരി മോഡൽ വന്നിട്ടുള്ള. ഇത് പുളിമുട്ടിൽ സിൽക്സ്. ഇത് ലൂസായിരുന്നോ? ഇത് ഇച്ചിരി ലൂസായിരുന്നു. അത് ഞാൻ ഷേപ്പ് ചെയ്യാൻ കൊടുത്തു. ഷേപ്പായിട്ടുണ്ടാവും. പുള്ളിയുടെ പിന്നെ ഒക്കെ കോളർ നെക്കാ. അങ്ങനെയല്ല നെക്ക് വെക്കണ്ടേ, മടക്കി വെക്കണം. അത് തന്നെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇരുന്നത്. അതിപ്പോ അത് ഞാൻ കൊണ്ടുവന്നപ്പോ അങ്ങനെ ആയതായിരിക്കും. പുള്ളി വൃത്തിയായിട്ടായിരിക്കും വെച്ച് തന്നെ. ഇത് അളവ് കൊടുത്തതാ, ഒരെണ്ണം. മനസ്സിലായി. പലാസോയും അളവ് കൊടുത്തായിരിക്കും. ഇതിന്റെ കറുപ്പ് ടോപ്പാ ഇവിടെ ഇരിക്കണത്, ഇതിന്റെ പലാസോയുടെ. ഇത് ഈ
ഇത് ഇടുന്നത് വേറൊരു ഇതുണ്ട് ബോട്ട. അതിന് അത് ഇതിനും ഇടും, ആ പിന്നെ ഇതിനും ഇടും. അതിനിപ്പോ ഇടില്ല, ഇനി ഇടൂല, ഇനി ഇടണ്ട. ഇപ്പൊ ഇതും ഒരു പലാസോ. ഒരു പലാസോ അതിനിട്ടാ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് അതൊക്കെ നരയ്ക്കും. പലതും ഇങ്ങനെ ഒരുപാട് എണ്ണത്തിന് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ പറയാറില്ല എപ്പോഴും നരയ്ക്കും എന്നുള്ളത്. കോളർ ഇളവ് കൊടുത്താട്ടോ. ഇത് പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു ഇതിന്റെ ഫോട്ടോ കഴിഞ്ഞപ്പോ. ഇത് പിന്നെ അടിയിൽ പലാസോ കേട്ടോ, നിങ്ങൾ നേരത്തെ കണ്ടേക്കണതാ. അതെ 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 അതെ. വെക്കട്ടെ. ഇത് പുതിയതാ അല്ലേ? അത് നല്ല രസമില്ലേ? ഈ കളർ നല്ല പോത്തീസിന്ന് എടുത്തേ. ഈ കളർ നന്നായിട്ട് നിനക്ക് ക്യാച്ച് ചെയ്യും. എനിക്ക് ഈ റെഡ് പലാസോ ഇടാം. ഈ റെഡ് പലാസോ ഇടാം. അല്ല റെഡ് ലെഗി ഉണ്ട്, അത് കൂടാതെ ലെഗിയല്ല പലാസോ. പലാസോ എടുത്ത് വെച്ച് കാണിക്കാം. നല്ല ഭംഗിയുണ്ട് അത്. ആ കളറ് യെല്ലോ ആൻഡ് റെഡ്. എനിക്ക് ഈ കളറുള്ള ഈ യെല്ലോയില് അകം യെല്ലോ ചെക്ക് കോട്ട ബോർഡർ ഇതായിട്ടുള്ളത് എൻ്റെ കോളേജ് കാലഘട്ടത്തിലുണ്ടായിരുന്ന. അത് കഴിഞ്ഞിട്ട് പിന്നെ വെഡിങ് സാരി സെക്കൻഡ് സാരി എടുത്തപ്പോ ഇതുപോലത്തെ യെല്ലോയും ബോർഡർ ആയിട്ടുള്ളത് പ്രഷർ കണ്ടിട്ടുണ്ടല്ലോ ഇതിനോട്. ഇത് വെച്ച് നോക്കാൻ നീ പറഞ്ഞേ. പിന്നെ ഒരു സിൽക്ക് സാരി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ആ കളറുള്ളത്. ഇത് ബാത്തിക്ക. അതെ അതെ, അത് അഴുക്കായി പോയി. ഇത് ചേരും. നല്ല ഭംഗിയുണ്ട്. നല്ലതാ. ഓരോന്നിനും ഓരോ ബോട്ടം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ബോട്ടം ഉണ്ടെങ്കിൽ 2 ടോപ്പൊക്കെ പോവും. 2 എണ്ണം പോവും. പക്ഷേ ഒരു 5 ബോട്ടവും അല്ല 5 ടോപ്പും ഒരു ബോട്ടം ആവാൻ പാടില്ല. കാരണം അത് നരയ്ക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചിലർക്ക് ചില പണികളുണ്ട്. അതെ, ഇഷ്ടപ്പെട്ടോ? അത് നല്ലതാ. ഇത് ഭയങ്കര നന്നായിട്ട് നിനക്ക് ചേരും. അത് പോത്തീസിന്ന് എടുത്ത തുണിയാ. കോട്ടൺ അല്ലേ? പോത്തീസിൽ ഈ കോട്ടണൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കോട്ടൺ ഉണ്ട്. വന്നിട്ടുണ്ട്. ഇതും പോത്തീസിന്ന് എടുത്തതാ. ഇതിന്റെ കൂടെ ഇക്കട്ട് പ്രിന്റിന്റെ പലാസോ ഇടാം. അതേതാ? ഒരു ഇക്കട്ട് പ്രിന്റിന്റെ പലാസോ ഞാൻ ഇടാറില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിന്റെ ടോപ്പ് ഒരു മസ്റ്റാർഡ് യെല്ലോയാ. ഞാൻ മറന്നുപോയി, എടുക്കുമ്പോ അറിയാം. അത് ഇതിന്റെ കൂടെ നമുക്ക് ഒപ്പിക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇക്കട്ടിന്റെ ബോട്ടം. ചേരും. ഇക്കട്ട് ബോട്ടവും ഈ ടോപ്പും ചേർപ്പിക്കാം. അതെ അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ അഭിപ്രായം. അതെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് ഏതാ? അതാണല്ലേ. ഇത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ നല്ല ടോപ്പാന്നുള്ളത്. അത് നേരത്തെ തയ്പ്പിച്ചാണല്ലോ, ഷേപ്പ് ചെയ്യാൻ കൊടുത്തല്ലേ. അപ്പൊ ഇതിന് ഏത് ഇടൂന്നാ പറഞ്ഞേ? അതിന് ബ്ലൂ ലെഗിങ്സ് ഇടാം. ബ്ലൂ അതിവിടെ ഉള്ളതല്ലേ? അവിടെ ഉണ്ട്. ബ്ലൂ ആണോ ഗ്രീൻ ആണോ? ബ്ലൂ. ഗ്രീൻ ഓറഞ്ചിന് ഇടുന്നതല്ലേ? ഓറഞ്ചിന്. അപ്പൊ ബ്ലൂ ലെഗിങ്സ് അതിനിടാം. ബ്ലൂ ഒക്കെ ഉണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ടിരിക്കട്ടെ. ഇത് മുഷിങ്ങായതുകൊണ്ട് ഇത് മാറ്റണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഡ്രസ്സ്. ഇതിന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ കാണാൻ ഇഷ്ടമാണെന്ന് പറയണോണ്ടാണ് കേട്ടോ നമ്മള് ഇതിന്റെ കൂടെ കാണിക്കണേ. എപ്പോഴും ഡ്രസ് കളക്ഷൻ കാണിക്കാൻ പറയാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തയ്ച്ചു കൊണ്ടുവന്ന അതേ സമയത്ത് തന്നെ അതേ വഴി തന്നെ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ. ഇഷ്ടമായോ എന്ന് പറയണേ. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയണേ. ഇതെന്നാന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും യാതൊരു ഗ്രാഹ്യവും ഇല്ല. ഇത് അമ്മ ഞെട്ടും. ഇങ്ങനെയല്ല ഇത് ശരിക്കുള്ള രൂപ ഇതിന്റെ. എനിക്ക് ശരിക്കും അത് മടക്കി വെക്കാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാന്ന് എനിക്ക് ഒരു പിടി. തുറന്നു എന്തോ ബാഗ് പോലെ തോന്നുന്നു. ശരിക്കും അങ്ങ് തുറന്നോ. തുറന്നു അമ്മ ഞെട്ടും. എന്റെ ദൈവമേ, എന്ത് ഡ്രസ് ഇടാനാണോ? കുറച്ച് യൂസ് ചെയ്യാത്ത ബുക്സ് ഇട്ട് വെക്കാനായിട്ടുള്ള ഷെൽഫില് ഇരിക്കണത് എടുത്ത് വെക്കാനല്ലേ? എങ്ങനെയുണ്ട്? ആ ഷെൽഫ് അപ്പൊ നിനക്ക് ഒഴിവാക്കാം. എന്റെ മറ്റേ ബുക്ക് ഷെൽഫിന്ന് കുറച്ചെടുത്തേ മെയിൻ ഷെൽഫിട്ട് വെക്കാനാ. തുറന്നു നോക്കിയേ. ഇത് ഇങ്ങനെ വെച്ചേച്ച് ഷെൽഫിൽ ഏതെങ്കിലും ഷെൽഫിൽ കേറുവോ? എന്റെ ആ ചെറിയ ഷെൽഫിൽ കേറില്ലേ? എനിക്കറിയില്ല. നോക്കാം, ചെയ്തോ. എന്റെ പൊന്നത് ഒരു പിടിയില്ലായിരുന്നു എനിക്കിത്. ഞാനോർമ്മ ഞെട്ടിപ്പോയി. ഡ്രസ് ഇട്ട് വെക്കാനായിരിക്കും എന്റെ ചിന്ത. അതാ പോയി ഇത്രയും വലിയ സാധനം. ഡ്രസ് വേണമെങ്കിൽ ഇതാട്ടോ ഇതിനകത്ത് ഇട്ട് വെക്കാൻ വളരെ നല്ലതാ. കട്ടിലേലൊക്കെ അല്ലെങ്കിൽ കട്ടിലിന്റെ താഴെ വെക്കാം. ഇവിടെ ഡ്രസ് ഇട്ടിട്ട് കട്ടിലിന്റെ താഴെ വെക്കാൻ നല്ലതാ.
അല്ല നീന്ത സൗകര്യം പോലെ വരുമോ? ഷെൽഫിൽ കേറിയില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഡ്രസ് ഇട്ട് വെക്കാൻ ഉപയോഗിക്കാം. നല്ലതാ അത്. കട്ടിലിന്റെ അടി വെച്ചാ മതി. മതി. നല്ല വീതി വിസ്താരം ഉണ്ട്. കണ്ടോ ഉണ്ട്. കണ്ടോ നല്ല വീതി വിസ്താര. എന്തൊരു വലുതാ. ഇത്രയും വലിയ ബാഗ് അമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഓൺലൈൻ വഴിയല്ലേ? ആമസോണാ. ഇതിനകത്ത് ഒതുങ്ങിയില്ലോ? അതെ, അവര് ശരിക്കും മടക്കി വെച്ച. പിന്നെ എനിക്ക് അതുപോലെ മടക്കാൻ പറ്റിയില്ല. പക്ഷെ പറ്റൂല നമുക്കത്. എന്ത് വില വന്നതിന്? വില ഞാൻ മറന്നുപോയിട്ടാ. ഒരുപാട് വിലയൊന്നുമില്ല, എന്നാലും വിലയുണ്ട്. അതില് വില ഉണ്ടാവൂല. ഇതില് വിലയില്ല. ഞാൻ വില സ്ക്രീനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. 499 വില. അത്രയും വിലക്ക് കിട്ടിയത്. അതപ്പോ ലാഭമാണല്ലോ. അന്നേരം ഇത് നമുക്ക് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാനായിട്ടാണ് പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് പറ്റിയ ഒരു ബാഗ് അല്ല. അല്ല, മനസ്സിലായി. സ്റ്റോർ ചെയ്യാൻ ധാരാളം മതി. പക്ഷെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടല്ലേ? അല്ല, സ്റ്റോർ ചെയ്യാൻ മതിയില്ല. സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണത്. വേണമെങ്കിൽ എനിക്ക് തന്നെ കയറി ഇരിക്കാൻ തോന്നുന്നില്ലേ? എല്ലാം നല്ലതാ. പക്ഷെ എന്റെ സിബു ഇതുമൊക്കെ നല്ലതാ. എന്റെ പൊന്നെ, ഇതിപ്പോ മടക്കാൻ പോലും അറിയാൻ മേല എനിക്ക്. കൊറേ ബുക്സ് എനിക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് ഷെൽഫിൽ വെക്കാന്ന് ഓർത്തിട്ടാ ഞാനത് മേടിച്ച്. ഷെൽഫിൽ ഇനി കയറിയില്ലെങ്കിൽ തുണിയിട്ട് വെക്കാം. ബുക്ക് ഏതായാലും എടുത്തു വെച്ചോ, പക്ഷെ ഒരു ഷെൽഫിൽ ഈ ബാഗ് കയറൂല. ബുക്ക് വെച്ചേച്ച. അപ്പൊ അത് ബുക്ക് വെക്കണമെങ്കിൽ വെച്ചോ, എന്നിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് സ്ഥലം ഉണ്ടാക്കാൻ വെക്കാം. ഒന്നും നടക്കില്ല. അല്ല, ഡ്രസ്സ് വെക്കണമെന്നില്ല. ഇത് പക്ഷെ അതിനകത്ത് കയറൂല. അവര് കയറൂല. അവര് ഇഷ്ടപ്പെട്ടോ ബാഗ്? ബാഗ് നല്ലതാ, അതിനകത്തൊന്നും കയറൂല. നമ്മള് തിരിച്ച് കവറിൽ കയറ്റാന്ന് വെച്ചാൽ കയറൂല. വലിയ കവർ കയറ്റാൻ വേണമെങ്കിൽ. നല്ല സാധന. നീ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ പറ്റൂലെന്നല്ലേ ഉള്ളൂ. നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ആവശ്യത്തിന്. വേണ്ട, ഇത്രയും ചെറുതിലേക്ക് തിരികെ കയറ്റണ്ട. അഞ്ഞി ഇത്ര വില കൊടുത്ത് മേടിച്ചേച്ച് വേറൊരു കവറിലിട്ട് വെക്കാൻ വേണമെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ അൺബോക്സിങ്. അതെ, ഇന്ന് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അൺബോക്സിങ് ഇന്ന് ഏതായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ. മിക്കവാറും ഡ്രസ്സായിരിക്കും. അതെ 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 അതെ. ഇതൊരു യൂസ്ഫുൾ സാധന, സ്റ്റോറേജ് നല്ലതാ ആ റേറ്റിന്. അതെ അതെ അതെ. അപ്പൊ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാൻ. അത് മതി. ഓക്കെ.